مولاي صل وسلم دائما. നമ്മുടെ KM ശരീരം സഹോദരൻ ചേർന്ന മാതാവ് ബി ഫാത്തിമയുടെ പേരിൽ നിർമ്മിച്ച ഫാത്തിമ സലാമിൽ ഈ പള്ളി ഇവിടെ ഓപ്പൺ ചെയ്യാൻ അധികാരപ്പെട്ടിരിക്കുകയാണ്. ഈ ഉള്ളിൽ ഈ ഹാർഡ് ചുമലിനോടടയിൽ ഉള്ളിലുള്ള ഈ സ്ഥലം പുറത്ത് വരാൻ ഈ ഒരു സ്വപ്നം അള്ളാഹുവിൻ്റെ പള്ളിയായി മനസ്സിലായി ഞാൻ ബഹുവിശേഷമായി അറിയിക്കുന്നു. رسولا أمينا دليلا مبينا أتانا بطيبة بشيرا مجيبا مرحبا أهلا وسهلا ملوفا مرحبا أهلا وسهلا ملوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله رسولا أمينا دليلا مبينا أتانا بطيبة بشيرا مجيبا كان نورا ساطعا فوق كل اللامعا طلع بدرا كاملا طاب أصلا عاليا كان نورا ساطعا فوق كل اللامعا طلع بدرا كاملا طاب أصلا عاليا عليه دوما صلاة الله نسلم لرسول الله عليه دوما صلاة الله نسلم لرسول الله مرحبا أهلا وسهلا ملوفا مرحبا أهلا وسهلا ملوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله رسولا أمينا دليلا مبينا أتانا بطيبة بشيرا مجيبا فاق كلا سامعا فاز نورا شاطعا قال قولا جامعا قاب قوسين دعا فاق كلا سامعا فاز نورا سافعا قال قولا جامعا قاب قوسين دعا عليه دوما صلاة الله نسلم لرسول الله عليه دوما صلاة الله نسلم لرسول الله مرحبا أهلا وسهلا ملوفا مرحبا أهلا وسهلا ملوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي
വസല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൽ ആലമീൻ. സ്വാഗത സംഘത്തിന്റെ കർമ്മോത്സുകനായ കൺവീനർ എം.എച്ച്. മുഹമ്മദ് കുഞ്ഞി സംഗമത്തിൽ സ്വാഗത ഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള ദീനി സ്നേഹികളെ, ഒരു ധന്യമായ ചടങ്ങിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. മീത്തൽ മാങ്ങാട് പ്രദേശത്ത് ഞങ്ങളുടെ പ്രിയങ്കരനായ KBM ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഖുർആൻ റിസർച്ച് സെൻ്ററും അക്കാദമിക് ബ്ലോക്കും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തികച്ചും ലാഭേച്ഛയില്ലാതെ ഖുർആൻ പഠിക്കാനും ഗവേഷണം നടത്താനും KBM ഷെരീഫ് സമൂഹത്തിന് സമർപ്പിച്ച ഒരു സ്ഥാപനമാണ് സനാബിൽ അക്കാഡമി. അറിവ് കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഈ പുതിയ കാലത്ത് KBM ഷെരീഫ് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ചെർക്കളം ഇന്ദിരാനഗറിൽ 30% ഫീസ് ഇളവിൽ കൊർദോവ കോളേജ് എന്ന ഒരു സ്ഥാപനം അദ്ദേഹം ചെയർമാനായി എന്നതിന്റെ കീഴിൽ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വിവിധ സാംസ്കാരിക സംഘടനകളുടെ നായകത്വം വഹിക്കുന്ന KBM ഷെരീഫ് പുതുമ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CH സെന്ററിന്റെ ചെയർമാൻ കൂടിയാണ്. അതുവഴി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടന്നു വരുന്നത്. മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സനാബിൽ അക്കാദമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബവകയായിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ലാഭവിഹിതത്തിന്റെ 90% അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി വെട്ടും കുത്തും നടത്തുന്ന ഇന്നത്തെ കാലത്ത് ഒരേക്കറോളം ഭൂമിയിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയം നമ്മുടെ നാടിന് സമർപ്പിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു ഇഹലോകത്തും പരലോകത്തും അദ്ദേഹത്തിന് വിജയം നൽകുമാറാകട്ടെ എന്ന ഈ ആത്മീയ സദസ്സിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്ഥാപനത്തിനെ കുറിച്ചും മറ്റും ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് മറ്റ് 2 പരിപാടികളിൽ കൂടി പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ എന്റെ സ്വാഗതം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ആ കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കാസർഗോഡ് ജില്ലയിലെത്തിയത്. ഒരുപാട് പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് ക്ഷീണിതനായ അദ്ദേഹത്തെ ഇരുത്തി കുറെ നേരം സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇവിടെ ഈ ഖുർആൻ റിസർച്ച് സെന്ററിന്റെയും സനാബിൽ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ ഈ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നതോടെയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ സനാബിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും നമ്മുടെ പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട KBM ഷെരീഫ് കാപ്പിലാണ്. അവർകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കാമെന്നേറ്റ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജീയനായ ജനറൽ സെക്രട്ടറി പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ, അദ്ദേഹം പനിയായത് കാരണം വീട്ടിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റും കീഴൂർ മംഗലാപുരം കാസിയുമായ താക്ക ഉസ്താദ് അദ്ദേഹത്തിന്റെ കാസി സ്ഥാനം അലങ്കരിക്കുന്ന മംഗലാപുരത്ത് ഒരു പരിപാടിയിലായതുകൊണ്ട് മഹരിമിന് ശേഷം അദ്ദേഹം ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു മുഖ്യാതിഥി ബഹുമാനപ്പെട്ട നമ്മുടെ ഒക്കെ സുപരിചിതനായ യു അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും സമസ്ത മുസാവർ അംഗവും മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട യു ഉസ്താദിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഈ കാസർഗോഡ് ജില്ലയിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിൽ നിൽക്കുന്നുണ്ട്. സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബും ഡോക്ടർ ഖത്ര ഇബ്രാഹിം ഹാജി സാഹിബും, അവർ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനായ കെ എ ബക്കർ സാഹിബ്, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ മുഹമ്മദ് അലി സാഹിബ്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതികരിച്ച് ഇവിടെ എത്തിയ സൗഹാർദ്ദ പ്രതിനിധി ബി കൃഷ്ണൻ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷറഫ് എടനീർ, ജനറൽ സെക്രട്ടറി ടി ഡി കബീർ, അഡ്വക്കേറ്റ് എം കെ മുഹമ്മദ് കുഞ്ഞി, ഹമീദ് മാങ്ങാട്, മൊയ്തീൻ കൊല്ലമ്പാടി, സി എൽ റഷീദാജി, ആരിസ് തൊട്ടി, കാസർഗോഡ് കീഴൂർ സംയുക്ത ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട കലക്ടർ മാഹിനാജി സാഹിബ്, ഞാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കീഴൂർ സംയുക്ത ജമാഅത്തിന്റെ ട്രഷറർ, മലബാർ ഇസ്ലാമിക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട പട്ടുവത്തിൽ മൊയ്തീൻ കുട്ടി ഹാജി അവരുടെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള, ഇനി ഇവിടെ ഈ പരിപാടിയിൽ എത്താമെന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരുടെ അഭാവത്തിലും ഇവിടെ സന്നിധരായിട്ടുള്ള വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെയും പ്രിയപ്പെട്ട ദീനി സ്നേഹികളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി സനാബിൽ ട്രസ്റ്റ് ചെയർമാൻ കാബിൽ KBM ഷെരീഫിനെ ആദരവ് ക്ഷണിച്ചുകൊണ്ട് എന്റെ സ്വാഗത പ്രഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കറകളഞ്ഞ പൊതുപ്രവർത്തനത്തിന്റെ കനകകാന്തിയായി നാടിന്റെ ഓരോ മണൽത്തരിക്കും ഏറെ പ്രിയപ്പെട്ട, നാടിന്റെ സമഗ്ര മേഖലകളിലും എള്ളിലെണ്ണ പോലെ നിറസാന്നിധ്യമാകുന്ന സനാബിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബഹുവന്യനായ കാപ്പിൽ KBM ഷെരീഫ് സാഹബ് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സാദരം സാഭിമാനം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ നമ്മുടെ സനാബിൽ ഖുർആൻ റിസർച്ച് സെന്ററിന്റെയും സനാബിൽ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് ഐതരശ്യാബ്ദൻ അവர்கள், വേദിയിൽ സന്നിധരായ കാസർഗോഡ് ജില്ലാ സമസ്തയുടെ സെക്രട്ടറി എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവர்கள், മെട്രോ മുഹമ്മദ് ഹാജി, കലക്ടർ മാഹിനാജി അവர்கள், മൊയ്തീൻ കുട്ടി ഹാജി, ഖത്ര ഇബ്രാഹിം ഹാജി അവர்கள், മറ്റ് വേദിയെ വിശേഷങ്ങളെ, നാട്ടുകാർ, ഇവിടെ നിർമ്മിച്ച ഈ കെട്ടിടം നമുക്ക് നമ്മുടെ ഇസ്ലാമിക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടമാണ് എന്ന് എല്ലാവരോടും അറിയിക്കുകയാണ്. കൂടുതൽ നമ്മുടെ തങ്ങൾക്ക് വേറൊരു പരിപാടിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രസംഗം നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളെ ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആത്മീയതയുടെ അനന്തവിഹായസിൽ അസ്തമിക്കാത്ത സൂര്യശോഭ പോലെ പ്രഭ പരത്തി ഇന്ത്യൻ മുസൽമാന്റെ മാണിക്യ കൊട്ടാരത്തിലെ നിലക്കാത്ത അരുണോദയം, ന്യൂനപക്ഷ മുസ്ലിം ജനസഞ്ചയത്തിന്റെ
നേതൃപദവിയിൽ വിരാജിക്കുന്ന സുൽത്താനായി പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്തു സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ പാണക്കാട്ട് അഭിവന്ദ്യ താരം മുത്തനബിയുടെ പൈതൃക മുദ്ര ചാർത്തപ്പെട്ട ബഹുവന്യനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ മഹൽ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. മഹാനവറുകളെ അധ്യക്ഷന് വേണ്ടി സാദരം സാഭിമാനം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാദരണീയരായ MH മുഹമ്മദ് ബിന്നി, നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ ചെയർമാൻ കാപ്പിൽ KBM ഷരീഫ്, ബഹുമാന്യനായ നമ്മുടെ സമസ്ത ജനറൽ സെക്രട്ടറി സമസ്ത കാസർഗോഡ് ജില്ല UM അബ്ദുറഹ്മാൻ സിയാർ അവരുടെ, ബഹുമാന്യനായ നമ്മുടെ കലക്ടർ അബ്ദുൽ ഖാദർ ഡോക്ടർ NA മുഹമ്മദ്, കലക്ടർ മായിൻ ഹാജി, കലക്ടർ മുഹമ്മദ് ഹാജി, മേരിൻകുട്ടി ഹാജി, മറ്റ് നമ്മുടെ B കൃഷ്ണൻ, അതേപോലെ തന്നെ ഖത്താർ ഇബ്രാഹിം ഹാജി, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാർ, നമ്മുടെ സലാമിൽ അക്കാദമി ആൻഡ് സലാമിൽ ഖുർആൻ റിസർച്ച് സെൻ്റർ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇനിയുടെ നിർവഹിക്കോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ഇതിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ KBM ഷരീഫ്, അദ്ദേഹം ഒരു വലിയ സഹായമാണ് ഇവിടെ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറേ സ്ഥലവും അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഓഫീസും അതേപോലെ തന്നെ പള്ളിയുമെല്ലാം അദ്ദേഹം നമുക്കിവിടെ നിർമ്മിച്ച് തന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഖുർആൻ സെൻ്റർ, റിസർച്ച് സെൻ്റർ, ഖുർആനെ പറ്റി പഠിക്കുവാനും അറിയുവാനും വിശാലമായി അതിനെ മനസ്സിലാക്കുവാനുമുള്ള ഒരു സെൻ്ററാണ്, ഒരു കോളേജാണ് ഇവിടെ നമുക്ക് വിഭാവനം ചെയ്യുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെയും ഖുർആനെയും എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, തെറ്റിദ്ധരിപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ശരിയായ എളുപ്പം, തനാലായ എളുപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, അതേപോലെ തന്നെ ആ തെറ്റായ വഴിയിൽ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനുമുള്ള ഏക പോംവഴി ഇങ്ങനെയുള്ള പഠനങ്ങളാണ്, അറിവുകളാണ്, കോളേജുകളാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഇവിടെ ഇതിനുവേണ്ടി വളരെയധികം പ്രോത്സാഹനം ചെയ്തുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഏത് തുടങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിവാണ്, വിജ്ഞാനം. നമ്മൾ വായിക്കണം, പഠിക്കണം എന്നാണ് ആ ഖുർആൻ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോലെ അതിനെന്തെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് ഖുർആനില്ലാത്ത ഒന്നുമില്ല. മനുഷ്യനെ പറ്റി, അവൻ്റെ ജന്മം, അവൻ്റെ അവൻ്റെ യുവത്വം, അവൻ്റെ ഭാവി, അവൻ്റെ വാർദ്ധക്യം, അതേപോലെ തന്നെ എല്ലാം അതിന് അടങ്ങിയിരിക്കുക. അതേപോലെ തന്നെ അവൻ്റെ മരണം, ശേഷമുള്ള ജീവിതം, ഇതൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാ ജന്തുശാസ്ത്രം, ഇവിടെയുള്ള ഗോളശാസ്ത്രം, അതേപോലെ തന്നെ ഭൂമിശാസ്ത്രം, മാത്രമല്ല അപരായ ലിപി കൈപ്പൊരുക്കാൻ വൈരസമായി കൈപ്പുറപ്പിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തെയും പറ്റി പഠിക്കുവാൻ, നീക്കുവാൻ വേണ്ടിയാണ് ഖുർആൻ നമ്മോട് ആജ്ഞാപിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇല്ലാത്തൊരു കാര്യവും അതിൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് പഠിച്ച് ഇവിടെ
മനുഷ്യത്വപരമായ എല്ലാവരെയും സ്നേഹിക്കണം. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊടുക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസി ഏത് സമൂഹത്തിലാണെങ്കിൽ ഏത് മതവിശ്വാസിയാണെങ്കിലും എല്ലാവരുമായിക്കൊണ്ട് മനുഷ്യത്വപരമായിക്കൊണ്ട് സഹായിക്കേണ്ടതുണ്ട്, സ്നേഹിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത്. മത സൗഹാർദ്ദത്തിന് വളരെയധികം പ്രോത്സാഹനമാണ് ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം പഠിച്ച് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇതിനെ സഹായിക്കുന്ന ആളുകൾ സഹായിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു അവരുടെ കച്ചവടം മറ്റു കാര്യത്തിൽ അള്ളാഹു ഭയവും പുറത്ത് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മരണത്തിൽ മാറാകട്ടെ. ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കിട്ടി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശരിയാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനപൂർവ്വം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന് പറഞ്ഞുകൊണ്ട് നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കർമ്മസാഫല്യത്തിന്റെ വിശുദ്ധ ജീവിതം അഹ്ലുസുന്നയുടെ ആദർശ പ്രചരണ രംഗത്ത് അണയാത്ത അഗ്നിജ്വാല, അഗ്രേസര പാണ്ഡിത്യത്തിന്റെ ആൾരൂപ സ്വരൂപം, ബഹുവന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബഹുവന്യനായ ഉസ്താദ് യുഎം അബ്ദുറഹ്മാൻ മുസ്ലിയാർ സംഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. ഉസ്താദ് അവർകളെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله. ബഹുമാനമുള്ള അധ്യക്ഷൻ കെ വി ഷരീഫ് സാഹിബ്, ഈ പരിപാടി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അഹ്മദ് ശിഹാബ് തങ്ങൾ, സദസ്സിലുമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, കെ വി എം ഷരീഫ് അദ്ദേഹത്തിന്റെ സ്വന്തമായി പണം ചെലവ് ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ഒരു സെന്ററിന്റെ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഇവിടെ നിർവഹിച്ചത്. ഖുർആൻ റിസർച്ച് സെന്റർ. ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ നാമത്തിന്റെ സ്ഥാനത്തെയും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടത്തെയും പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ആളുകളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിച്ചു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ആദ്യമായി സ്വന്തം പഠിക്കുക, എന്നിട്ട് അതിനെ മറ്റവർക്ക് പകർത്തി കൊടുക്കുക. ഇത് ഏറ്റവും പുണ്യമായ ഒരു പ്രവർത്തനമാണ്. ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ബുദ്ധിജീവികളെല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയാണ് അതിന് വിലയിരുത്തിയത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഒരവസരം പറഞ്ഞു, ഈ ഇന്ത്യ രാജ്യത്തിൽ പല മതങ്ങളുണ്ട്, പല ആശയക്കാരുണ്ട്, എല്ലാവരുടെയും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചു നോക്കി. ആ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കി. പരിശുദ്ധ ഖുർആനോട് കടപിടിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കവിയുന്ന, അതിന് മുമ്പിൽ പോകുന്ന ഒരു ഗ്രന്ഥം എന്റെ ദൃഷ്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും വലിയ സ്ഥാനമറിയിക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഗാന്ധിജി പറഞ്ഞു, ഈ ഭാരതത്തിന് ഭരണം കിട്ടിയാൽ, സ്വാതന്ത്ര്യം കിട്ടിയാൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ ഭരണമാണ് ഇവിടെ നടത്തിവരുത്തേണ്ടത്. കാരണം ഖുർആന്റെ കൽപ്പന പ്രകാരം, ഖുർആന്റെ വിശദീകരണ പ്രകാരം നടത്തപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ ഒരു നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, മറ്റെല്ലാ കാര്യങ്ങളും ഗോളശാസ്ത്രം കൂടുതലായിട്ട് പറയും. ബുദ്ധിജീവികൾ ശാസ്ത്രീയമായി ആകാശത്തെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച്, അതിന്റെ ചലങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കും. ഉടനെ പറയും, ഞങ്ങളുടെ പഠിത്തവനെ നീ ഇത് വെറുതെ പഠിച്ചു വിട്ടതൊന്നുമല്ല, സുബ്ഹാനക പരിശുദ്ധനാണ്, നരകത്തെ പ്രാർത്ഥിച്ചു പോകും.
അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ എന്ന് മാത്രമല്ല അവന്റെ ഒടുക്കം വരെയുള്ള എല്ലാ വിഷയങ്ങളും വിശാലമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിനെ പഠിക്കാനും അതിനെ ഗവേഷണം ചെയ്യാനും അതിനെ മനഃപ്പാഠമാക്കുവാനും ഉള്ള ഒരു സെന്ററാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. റഹീമിനെ തമ്പുരാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ. അതിനെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഒത്താശയോടുകൂടി വേണ്ടതുപോലെ അതിന് മുമ്പോട്ട് കൊണ്ടുപോകാം നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ നിലകളും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ രണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുപ്രവർത്തനത്തിന്റെ കനകകാന്തിയായി കീഴൂർ സംയുക്ത ജമാഅത്തിന്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി കലക്ടർ മാഹിൻ ഹാജി സംഗമത്തിൽ ആശംസ ഭാഷണം നടത്തുന്നു. ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിധരായ നല്ലവരായ നാട്ടുകാരെ, നേതാക്കന്മാരെ, അസ്സലാമു അലൈക്കും. ഇന്തൽമങ്ങാടിലെ ഈ പ്രദേശത്ത് ഇത്രയും നല്ലൊരു ക്യാമ്പസും ഒരു പള്ളിയും നിർമ്മിക്കുക വഴി സെറാബിൽ ട്രസ്റ്റ് ഈ നാടിന് സമ്മാനിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെയും ദീനീ വിദ്യാഭ്യാസത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു വേദി ഒരുക്കുകയാണ് സെറാബിൽ ട്രസ്റ്റ് ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ സ്ഥാപിക്കുക വഴി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീർണത അകറ്റാൻ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അനിവാര്യമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരമൊരു സ്ഥാപനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. അപ്പം പൊതുവെ മതസ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസം ഇല്ലാത്തത് കാരണം മറ്റു മതസ്ഥരുമായി മതവിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് മറ്റു സമുദായക്കാരെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇന്നത്തെ അവസ്ഥയിലെത്തി അനാവശ്യമായ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നത് മതവിദ്യാഭ്യാസം പൂർണ്ണമായ രൂപത്തിൽ ലഭ്യമാകാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മറ്റ് പൊതുസമൂഹത്തിൽ നാം നിലകൊള്ളുമ്പോൾ എല്ലാവരുമായി സഹകരിച്ച് എങ്ങനെ നാം മുമ്പോട്ട് പോകണം എന്ന് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വകവെക്കാതെ നമുക്ക് മുസ്ലിം സമുദായത്തിനുള്ളത് ഒരു ഗ്രന്ഥവും ഖുർആൻ എന്ന ഗ്രന്ഥവും അള്ളാഹു എന്ന ഒരു ദൈവവും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്നവർ ഇന്ന് പല വിഭാഗങ്ങളായി തമ്മിൽ തല്ലി ഇല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി അടിസ്ഥാനപരമായി യാതൊരു വ്യത്യാസവുമില്ലാത്ത പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇന്ന് സാധാരണക്കാരെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ പണ്ഡിതന്മാർ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു മാറ്റം വരുന്ന രീതിയിലായിരിക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. ഖുർആനിൽ അധിഷ്ഠിതമായ രീതിയിലായിരിക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും മറ്റും എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുവന്ദനായ KA മുഹമ്മദ് അലി സംഗമത്തിൽ ആശംസ ഭാഷണം നടത്തുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷ സുഹൃത്ത് KBM ഷരീഫ്, വേദിയിലെ മഹത്വപ്പെട്ട ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. വലിയ ആശംസ ഭാഷണത്തിന് ഞാൻ തയ്യാറാവുന്നില്ല. ഏറ്റവും നല്ലൊരു മുഹൂർത്തം നമുക്ക് ഏവർക്കും അറിയാം.
അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള പള്ളി. അതിലുപരി ഖുർആൻ കുളിച്ച് പഠിക്കാൻ വാക്കുണ്ട്, സെർച്ച് എന്നുകൂടെ ഉണ്ട്. പക്ഷെ അതിലൽപ്പം പോരായ്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സെർച്ച് എന്നുള്ളത് അത്തോത്തല്ല. ആ ഖുർആനെ കുറിച്ച് പഠിപ്പിക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മൾ പഠിപ്പിച്ചത് ഈ രണ്ട് പ്രക്രിയക്കുള്ള പ്രതിഫലം എന്ത് എന്നുള്ളത് നമ്മളെ മഹത്വങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അതിന് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം എവിടെ എന്ത് എങ്ങനെയുള്ള സർവ്വ അള്ളാഹു തീരുമാനിക്കും. പള്ളിയോട് കൂടി ഖുർആൻ ക്ലാസ് ഇത് പഠിക്കുക മാത്രമല്ല പ്രാവർത്തികമാക്കുക എന്നാണ് ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് അത്യന്താവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത പോരായ്മ, അങ്ങനെ അപജയം ഇന്ന് നമ്മുടെ സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഷരീഫ് ഖുർആൻ ക്ലാസ് ഒന്ന് സൂചിപ്പിക്കുന്നു. നമ്മളോട് പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് അടിയറട്ട് നിർദ്ദേശിച്ചു. നാം എന്ത്, നമ്മുടെ പാത എന്ത്, അല്ലെങ്കിൽ ഒരു പുസ്തകങ്ങൾക്ക് വേണ്ടി, ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നാം എത്ര വഴി തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഖുർആൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ ചരാചരങ്ങളെയും, എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം അല്ലെങ്കിൽ ജനനം, മരണം, അവസാനം വരെ അതിലുപരി ഒരു മനുഷ്യന്റെ രാവിലെയുള്ള ഉറക്കം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ അടിസ്ഥാനമായി വളരെ ഗൗരവത്തോടെ അതിൻ്റെ എല്ലാം ഉത്തമത്വമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാദിക്കുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ് ഞാൻ ചുരുക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം മനുഷ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അള്ളാഹുവിന്റെ പാതയെ പിൻപറ്റാൻ ഉള്ള സ്ഥാപനം ബഹുമാനപ്പെട്ട സുഹൃത്ത് KBM ഷരീഫും കുടുംബവും തയ്യാറായതിന് വളരെയധികം സന്തോഷമുണ്ട്. സർവശക്തൻ ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ നന്മയും നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് നമുക്കും നമ്മുടെ സന്തതികൾക്കും ഇനി വരുന്ന കാലഘട്ടങ്ങളിലെ ജീവിതങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാവ് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പൊതുപ്രവർത്തനത്തിന്റെ കനകകാന്തിയുമായി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ബഹുമാന്യനായ വി കൃഷ്ണൻ സംഗമത്തിൽ സൗഹൃദ സന്ദേശം നൽകുന്നു. ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ബഹു അധ്യക്ഷൻ കാപ്പിൽ KBM ഷരീഫ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ, പുതുമ പഞ്ചായത്ത് പ്രസിഡന്റ് KA മുഹമ്മദ് സാഹിബ്, ബഷീർ വെള്ളിക്കൊത്ത്, അതുപോലെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, മറ്റ് സുഹൃത്തുക്കളെ, ഈ സനാബിൽ അക്കാദമി ഖുർആൻ റിസർച്ച് സെന്റർ, അതിന് KBM ഷരീഫ്, കാപ്പിൽ KBM ഷരീഫാണ് ഇതിന്റെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ എന്നാണ് അറിഞ്ഞത്. ഷരീഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ഷരീഫുമാർ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.
അതുപോലെ ഷെരീഫിനെ പോലെ അവർ മുമ്പോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഷെരീഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ GLP സ്കൂൾ ബാര, അതിനുവേണ്ടി ഷെരീഫ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഷെരീഫിനെ പോലെ കുറേ ആളുകളുടെ അവർ മുമ്പോട്ട് വന്നിട്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം, പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവരുടെ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാകുന്നു മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KA ബക്കർ സാഹിബ് സംഗമത്തിൽ ആശംസ ഭാഷണം നടത്തുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ജനാബ് KVM ഷരീഫ്, വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, ഒരു മഹത്തായ പദ്ധതിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം കേരളത്തിൻ്റെ ആത്മീയ ചൈതന്യം ബഹുമാനപ്പെട്ട മണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കരങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ KVM ഷരീഫ് ആവിഷ്കരിച്ച നമ്മുടെ ഈ സമൂഹത്തിന് സമർപ്പിച്ച തികച്ചും മാതൃകാപരമായ ഒരു സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലാണ് ഞാൻ സംബന്ധിക്കുന്നത്. പാണക്കാട് തങ്ങൾ പറഞ്ഞു, ഖുർആന്റെ വൈശിഷ്ട്യത്തെ സംബന്ധിച്ചും അതിവിപുലമായ വൈജ്ഞാനിക ശാഖകളെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചുമെല്ലാം ഹ്രസ്വമായ വാക്കുകളിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും അറിവിന്റെയും സാരോപനിഷത്തിന്റെയും അക്ഷയക്കനിയായ വിശുദ്ധ ഖുർആനിലെ റിസർച്ച് സെന്റർ എന്ന പേരിലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇത് വിഭാവനം ചെയ്യുന്നു. ഒരു ഉത്തമ സമൂഹം എന്നുള്ള നിലയിൽ ഖുർആൻ മനുഷ്യരാശിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് കൈകളിൽ വെക്കാനും ഓതാനും പഠിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ച ഒരു സമൂഹം എന്നുള്ള നിലയിൽ അത് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്താൻ ഇത്തരം സ്ഥാപനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തികൾ എങ്ങനെ ജീവിക്കണം, അവർ പരസ്പരം എങ്ങനെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് സാഹോദര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് മാനവ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന മഹത്തായ ഖുർആൻ. ആ ഖുർആൻ ഓതാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, അത് വായിക്കാൻ, അത് പഠിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, അത് അനുധാവനം ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും അത് വായിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്. നമ്മളിൽ മഹാഭൂരിപക്ഷവും ആ പറഞ്ഞ വായനയിലും ഓതലിലും മാത്രം ഖുർആനിനെ ചുരുക്കിക്കൊണ്ട് അതിന്റെ അർത്ഥഗർഭമായ അതിന്റെ ഉള്ളറയിലേക്ക് കടക്കാൻ ആവശ്യമായിട്ടുള്ള ആയുധം നമ്മുടെ കയ്യിലില്ല. അതിന്റെ പൊരുളറിയാൻ, അതിന്റെ അർത്ഥമറിയാൻ നാം ആരും ഖുർആൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വർത്തമാനകാല സമുദായം നേരിടുന്ന വലിയ വിഷയം എന്ന് എനിക്ക് തോന്നുകയാണ്.
5 നേരത്തെ നമസ്കാരങ്ങളിൽ, അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന ഫാത്തിഹ മറ്റു സൂറത്തുകൾ ഓതിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സ് തൊട്ടുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ആ പറയുന്ന വചനങ്ങൾ മനസ്സുമായി സമരസപ്പെട്ടുകൊണ്ട് ആ വാക്യാർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ആത്മാർത്ഥത, ഭയഭക്തി നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളിൽ ഉണ്ടാവാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ സാരാംശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പഠിക്കാനുള്ള സംവിധാനം വേണ്ടേ? ഖുർആൻ കേവലം ഓതുകയും പിന്നീട് അത് മാറാപ്പിൽ കെട്ടി തട്ടിന്റെ പുറത്ത് വെക്കുകയും പിന്നെ വല്ലപ്പോഴും തോന്നുമ്പോൾ ഓതുകയും റമദാൻ മാസത്തിൽ മാത്രം വീണ്ടും പാരായണം ചെയ്യപ്പെടുകയും അവസ്ഥയിൽ നിന്ന് മാറി ഓരോ ആയത്തുകളും സൂറത്തുകളും അതിന്റെ അർത്ഥം അറിയാനും തർജ്ജമ ചെയ്യപ്പെട്ട് മനസ്സിലാക്കാനും ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ടങ്ങോ ചെറുപ്പകാലത്ത് മദ്രസയിൽ പഠിച്ച 3-4-5 വർഷങ്ങൾക്ക് ശേഷം നാം ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞാനും നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. രാവിലെ കുറച്ചു നേരം, വൈകുന്നേരം ഒരല്പനേരം മാത്രം മദ്രസകൾ തുറന്നു പ്രവർത്തിക്കുന്നു. പകലിന്റെ ബഹുഭൂരിപക്ഷം മണിക്കൂറുകളും അടച്ചിട്ട മദ്രസയെ ഉപയോഗപ്പെടുത്താൻ അനൗപചാരികമായിട്ടെങ്കിലും രാജ്യത്തെ ബഹുജനങ്ങളെ, മുതിർന്നവരെ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് മദ്രസയുടെ വാതായനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ, അവിടെ ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈ സ്ഥാപനത്തിന്റെ പിറവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പൂട്ടിക്കിടക്കുന്ന പകൽ സമയത്ത് ദീർഘമേറിയ സമയം നമ്മുടെ എല്ലാവരുടെയും മഹലുകളിൽ ഖുർആൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അനിവാര്യമായും ഉണ്ടാവേണ്ട ഖുർആൻ പഠനം ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കാൻ, അർത്ഥ തലങ്ങളിലേക്ക് കടക്കാൻ, അത് ആ സാരാംശം മനുഷ്യ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് രാജ്യത്തിന് മാതൃകയായി, കുടുംബത്തിന് മാതൃകയായി, സമൂഹത്തിന് മാതൃകയായി, ഖുർആന്റെ വെളിച്ചമായി നാം ഓരോരുത്തരും ഈ ഭൂലോകത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഈ പഠന കേന്ദ്രങ്ങളിലൂടെയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ സ്ഥാപനം നമ്മെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ പഠനം തികച്ചും ഒരു ഗവേഷണാത്മകമായ രീതിയിലേക്ക് കടന്നു പോകാനും അതിന്റെ അർത്ഥം പഠിപ്പിക്കാനും അതിന്റെ പാരായണം ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഏറ്റവും അനിവാര്യമായ അടിയന്തരമായ കാര്യം ഈ സ്ഥാപനത്തിലൂടെ ഇതിന്റെ സംഘാടകർ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായും അറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും സമ്മേളിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി സർവ്വശക്തനായ അല്ലാഹു ഈ ഖുർആൻ റിസർച്ച് സെന്ററിനെ പൂർണ്ണ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവരും ആശംസകൾ നിർത്തുന്നു. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളിൽ സാന്നിധ്യമായി സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുവന്യനായ ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട് സംഗമത്തിൽ ആശംസ ഭാഷണം നടത്തുന്നു. ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനപ്പെട്ട ഇതിൻ്റെ ചെയർമാനും അധ്യക്ഷനുമായ കാപ്പിൽ എരിയൻ ശരീഫ്, സ്വാഗതം പറഞ്ഞ MH മുഹമ്മദ്, കലക്ടറുമായി മറ്റു സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെ, ഉസ്താദന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ഘാടനം നടത്തിക്കഴിഞ്ഞു. ഇതിൽ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത്,
KVM ശരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ സ്വന്തം ചെലവ് കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളും ഈ സ്ഥലവും ഉള്ളത്. അത് ഒരു ഖുർആൻ പഠിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ആവശ്യപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് അയാൾ ഉണ്ടാക്കിയതും നിർമ്മിച്ചതും. അപ്പോൾ KVM ശരീഫിനെ നമ്മൾ സംബന്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 2 കോടിയിൽ മീതെ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് സമ്പത്തുണ്ടായാൽ നമ്മൾക്കെല്ലാം ഇപ്പൊ കാണാൻ സാധിക്കുന്നത്, ഒരാൾക്ക് സമ്പത്തുണ്ടായാൽ ആ സമ്പത്തിന്റെ ഇത്ര ഭാഗം അവര് ചെലവ് ചെയ്യും എന്നുള്ള ഒരു കണക്കുണ്ട്. ആ കണക്ക് വെച്ച് നോക്കിയാൽ ഈ KVM ശരീഫ് ഇപ്പൊ ചെലവിട്ട് നോക്കിയാൽ ഈ 2 കോടിയോളം ചെലവിട്ട KVM ശരീഫിനെ നമ്മൾ ഏത് രൂപത്തിൽ കാണേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പം ആ ഭാഗം കടക്കുന്നില്ല എങ്കിലും പറയാനുള്ളത്, ഈ വകയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിനോട് നല്ല ഒരു അടുപ്പം വേണം, അള്ളാഹുവിനെ നല്ലവണ്ണം പേടിയും വേണം. എനിക്ക് നാളെ മരിച്ച് കബറിൽ കിടക്കണം, സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ലക്ഷ്യം വേണം. അല്ലാതെ ഒരാളെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒപ്പിച്ചെടുക്കാനോ ഇങ്ങനെയുള്ള ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങാനോ സാധ്യമല്ല. കാരണം ചില ആൾ വിചാരിക്കും നമ്മളിങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഇതാക്കുന്നതിനാട്ടി ഒന്ന് നാട്ടിൽ നല്ല പാങ്കലും ഒന്ന് സൂചിച്ചു കളഞ്ഞാലോ. പക്ഷേ ആ ചിന്തയുള്ള ആളുകൾ ലാസ്റ്റ് പോകുന്നത് സ്വർഗത്തിലായിരിക്കുക, വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് KVM ശരീഫിനെ പോലെ നല്ല ഹൃദയം, ആ നല്ല ഹൃദയം വേണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥത വേണം. എന്നെങ്കിൽ മാത്രമേ അള്ളാഹു അതിന് അനുവദിച്ചു കൊടുക്കുള്ളൂ. ആത്മാർത്ഥ ഇല്ലാത്ത ഒരാൾക്ക് ഈ വകയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് KVM ശരീഫ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഇപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തി, ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്ത് ഇനി ഇതും ആനതും അയാളെ സമ്പത്ത് കൊണ്ടും ബാക്കിയുള്ള ഏതെല്ലാം രൂപത്തിൽ ഇതിനെ വിജയിപ്പിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു നിലപാടിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ ഇതിനെ നടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു അയാൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. കൂടാതെ അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നാളെ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ എന്ന് നമ്മൾ എല്ലാവരും ദുആർക്കുന്നു. കാരണം ഇൽമിന്റെ കാര്യത്തിൽ അത്ര നല്ല ഹൃദയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ആശംസ പറയാൻ കുറെ ആളുകളെല്ലാം ഉണ്ട്, കാത്തു നിൽക്കുന്നു. ഞാൻ എൻ്റെ ആശംസ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തിന്റെ കാസർഗോഡ് ജില്ലയുടെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ TD കബീർ സാഹിബ് സംഗമത്തിൽ ആശംസ ഭാഷണം നടത്തുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മതസ്ഥരായ സഹോദരന്മാർക്കും ഇതര ആദർശ വിശ്വാസികൾക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ആദരണീയനായ അധ്യക്ഷൻ, സനാബുൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് KVM ഷരീഫ്, ഈ ചടങ്ങിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച കേരള മുസൽമാന്മാരുടെ ആത്മീയ ആചാര്യൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർ, വേദിയിലുള്ള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി, മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി KE ബക്കർ സാഹിബ്, പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് അനീഫ് ഉദവി, മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ,
ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, അതിനുള്ള സമയവും അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനം, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ പ്രസംഗിച്ച പ്രാസംഗികന്മാരൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും ചിലപ്പോൾ കഴിയുന്ന കാര്യമാണ്. ഏതൊക്കെ രീതികൾ സമ്പാദിക്കണമെന്നതിനെ കുറിച്ചൊക്കെ നാം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പണം ഉണ്ടാക്കിയ പണം ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കഴിയുന്ന കാര്യം അല്ല എന്നുള്ളതാണ്. കാരണം അതേ KBM ഷരീഫിന്റെ ചെയർമാൻ KBM ഷരീഫ്, അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ തന്നെ ഒരു യുവ വ്യവസായിമാരായി മാറി ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഇത്തരത്തിലുള്ള ദീനീ രംഗത്തും ഒക്കെ ഈ രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെനിക്കറിയാം. അദ്ദേഹം ഇന്നുണ്ടാക്കിയ ഈ ഖുർആൻ റിസർച്ച് സെന്റർ ഏതായാലും ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ സമയത്ത് തന്നെയാണ് നടപ്പിൽ വരുത്തിയത്, അത് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇന്നിൻ്റെ യുവസമൂഹം, ഇന്ന് നമ്മുടെ ഇടയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ യുവാക്കളായാലും അവരൊക്കെ ദീനിന്റെ വഴിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മറ്റുള്ള മാർഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വർത്തമാനകാല സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോക്താക്കളായി, അതുപോലെ തന്നെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അഡിക്റ്റുകളായി ഇന്നിൻ്റെ യുവസമൂഹം മാറിയപ്പോൾ എന്ന് മാത്രമല്ല, നമ്മുടെ യുവാക്കളുടെ ഇന്നത്തെ അവരുടെ പോക്ക് എന്ന് പറയുന്നത് കല്യാണങ്ങളിലെ ഡ്രസ് കോഡുകൾ ഉണ്ടാക്കുക, ഉറൂസുകളിൽ ഡ്രസ് കോഡുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പ്രീമിയർ ലീഗുകൾ വെക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാത്രം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരിപ്പ് കൊണ്ട് നമ്മുടെ യുവസമൂഹം ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ, പക്ഷേ ആ യുവാക്കളെയൊക്കെ ഇന്ന് ഖുർആനിലേക്ക് മടങ്ങിക്കൊണ്ട് ഖുർആനിനെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇന്നത്തെ യുവസമൂഹം ഏത് രീതിയിൽ ജീവിക്കണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്ന ഒരു പരിശുദ്ധമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ അധിഷ്ഠിതമായ ജീവിതം വരുത്തിയാൽ മാത്രമേ നാളെ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അതിനുവേണ്ടി ആ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു റിസർച്ച് സെന്ററായി ഈ സനാബൽ അക്കാഡമി സെന്റർ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത, ഇത് സ്ഥാപിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് KBM ഷരീഫ്, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ അല്ലാഹു അദ്ദേഹത്തിന് സഹായം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സംഗമത്തിൽ യുവപ്രഭാഷകൻ അഡ്വക്കേറ്റ് ഹുനൈഫി ഹുദവി, ജംഷീദ് ഹുദവി തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങളും തുടർന്നോ ആത്മീയ സദസ്സോ മജ്ലിസ് നൂറൊക്കെ ഈ വേദിയിൽ വെച്ച് നടക്കാനുണ്ട്. മുഴുവൻ സഹോദരങ്ങളും സദസ്സിൽ വന്നിരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഈ സനാബിലിന്റെ മുഴുവൻ വളണ്ടിയേഴ്സും സ്റ്റേജിന്റെ പരിസരത്ത് വരണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. സംഗമത്തിൽ ബഹുവന്യനായ ബാലകൃഷ്ണൻ ആശംസ ഭാഷണം നടത്തുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ KBM ഷരീഫ് കാപ്പിൽ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ KE ബക്കർ, അഡ്വക്കേറ്റ് MK മുഹമ്മദ് കുഞ്ഞി, ശ്രീ TD കബീർ അടക്കമുള്ള നേതാക്കളെ, മത പണ്ഡിതന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, വളരെ ധന്യമായ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു പള്ളിയും ഒരു ഖുർആൻ പഠന കേന്ദ്രവും ശ്രീ KBM ഷരീഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഇത് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ,
ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ധനം എല്ലാവർക്കും ഉണ്ടാകാം, പക്ഷെ നല്ല മനസ്സുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ധനം നമ്മുടെ നാടിന് ഉപകരിക്കൂ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ KBM ഷെരീഫിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നീളുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾക്ക് ഇത്തരത്തിലുള്ള ഖുർആൻ പഠനവും നമുക്ക് സഹായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ, യുവാക്കൾ ഈ നാടിൻ്റെ മുഖ്യ പൗരന്മാരായി ഈ നാടിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. മതധാർമ്മിക മേഖലകളിലെ നിറസാന്നിധ്യമായ കാപ്പിൽ ഖതീബ് ഉസ്താദ് ബഹുവന്ദനായ മുസ്തഫ അമാനി സംഗമത്തിൽ അനുഗ്രഹ ഭാഷണം നടത്തുന്നു. ഉസ്താദ് അവർകളെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫാഇദീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് പണ്ഡിതന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റു നേതാക്കന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലെല്ലാം അവൻ്റെ അടുക്കൽ പ്രതിഫലമുള്ള ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പാരത്രിക വിജയത്തിന് വേണ്ടി ഈ സംഗമം അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സനാബിൽ അക്കാദമിയുടെ ചെയർമാൻ KBM കാപ്പിൽ ഷെരീഫ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ യൂസഫ് ഹാജി, ഇവരുടെ കുടുംബങ്ങൾ ഒത്ത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം ഒന്ന് മാത്രമാണെന്ന് ലോകത്തിനു മുന്നിൽ പഠിപ്പിക്കാൻ ലോകത്ത് കടന്നു വന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എങ്ങനെ പെരുമാറണം, ലോകത്ത് ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും പഠിപ്പിച്ച ഇസ്ലാം മതത്തിൻ്റെ വാക്താക്കളായി ജീവിക്കാൻ, അതിൻ്റെ മനുഷ്യന് മാതൃകാപരമായി ജീവിതം പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധമായ ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ലോകത്ത് ഏതൊരു മനുഷ്യനും മാതൃകയാണ്. എല്ലാ മനുഷ്യന്മാരും ഇന്ന് പരിശുദ്ധമായ ഖുർആനിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമാണ് യഥാർത്ഥ മതമെന്ന് ലോകം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നതുകൊണ്ട് തന്നെ ഈ ഇസ്ലാം സ്റ്റഡി സെൻ്ററിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോരുത്തരും പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പഠനം നടത്തി അവരുടെ വ്യക്തിത്വ ജീവിതത്തിലും സമൂഹത്തിലും പ്രബോധനം നടത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടു പോയ മാതാപിതാക്കളിലേക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് KBM ഷെരീഫ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയൊരു സംരംഭം അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ കബറിടം വെളിച്ചമാകുന്ന രൂപത്തിൽ നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ
ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു ഒരു മുതൽക്കൂട്ടായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ച്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നാം ഉണ്ടാക്കി. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ ചെയ്തി കൊണ്ടോ ഇസ്ലാമിനെ വെറുക്കപ്പെടുന്ന ഒരു രീതി നമ്മിൽ നിന്നുണ്ടാവരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് ഇവിടെ വളർത്തിയുണ്ടാക്കിയ ഈ മതത്തിനെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ ഉണർത്തി ഞാൻ എല്ലാവിധ ആശംസകളും നടത്തി നിർത്തുന്നു. ദുആവസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിന്റെ അവഗാഹ ഗഹനതയുടെ സാഗര ഗാംഭീര്യമായി ആന്തര ഗൗരവത്തിന്റെ ആന്തോളനം അലയടിപ്പിക്കുന്ന പ്രസിദ്ധ പ്രഭാഷകൻ ബഹുവന്ദനായ ഉസ്താദ് അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി ധേലമ്പാടി സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ഉസ്താദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി സ്സദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വഖാല നബിയ്യുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. അഭിവന്യരായ ഈ ധന്യമായ സദസ്സിൻ്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ സനാബിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ അഭിവന്യനായ കാപ്പിൽ KBM ഷെരീഫ് സാഹിബ് അവർകളെ, ഈ മഹത്തായ സദസ്സിൽ ആശംസാ ഭാഷണം നിർവഹിച്ച പ്രിയ സുഹൃത്ത്, നാടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യമായിട്ട് നിലകൊള്ളുന്ന TD കബീർ, പ്രിയങ്കരനായ നജീബ്, മനോഹരമായ സ്വാഗത ഭാഷണം നിർവഹിച്ച MH മുഹമ്മദ് കുഞ്ഞി, ഇവിടെ പ്രൗഢമായ ഒരു പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സുഹൃത്ത് ജംഷീർ ഹുദവി പാവണ്ടൂർ, വേദിയിലും സദസ്സിലുമായിട്ട് അണിനിരന്നിട്ടുള്ള മറ്റു പ്രഗത്ഭരായ നേതാക്കളെ, മഹൽ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മീത്തൽ മാങ്ങാട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വളരെ മനോഹരമായ ഒരു പള്ളിയും ഒരു സ്ഥാപനവും സമൂഹത്തിന് സമർപ്പിക്കാൻ പ്രിയങ്കരനായ KBM ഷെരീഫിന്, പ്രിയപ്പെട്ട KBM ഷെരീഫ് സാഹിബിന് സാധ്യമായിരിക്കുകയാണ്. ആദ്യമായും ആമുഖമായും ദുആ ചെയ്യാനുള്ളത്, അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്കപ്പുറത്ത് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമായ കഅബ പുനർനിർമ്മിച്ചപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത് റബ്ബന തഖബ്ബൽ മിന്ന എന്നാണ്. അള്ളാഹുവെ, നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ എന്ന്. സ്വന്തമായ പ്രയത്നം കൊണ്ട്, സ്വന്തം സ്ഥലത്ത് സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു പള്ളി, നമ്മുടെ പരിസരത്തൊന്നുമില്ലാത്ത വിധം അകവും പുറവും ഒരുപോലെ മനോഹരമാക്കപ്പെട്ട ഒരു പള്ളിയും, ആ പള്ളിയോടനുബന്ധിച്ച് വളരെ വിശാല വിസ്തൃതമായ ഒരു ക്യാമ്പസും, ആ ക്യാമ്പസിൽ മനോഹരമായ ഒരു കെട്ടിടവും, ഇത് മുഴുവനും സ്വന്തം അധ്വാനത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് ഉണ്ടാക്കി എന്നത് നിസ്സാര കാര്യമല്ല. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ധനാഢ്യരായ, സമ്പന്നരായ വ്യവസായികളുള്ള നാടാണ്. എന്നാൽ
അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് സർവാത്മന സമർപ്പിക്കാനും മുന്നോട്ട് വരുന്നവർ അവരിൽ വളരെ വിരളമാണ്. സ്വന്തമായി വലിയ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും രാജ്യത്തിൻ്റെ പല ഭാഗത്തും രാജ്യത്തിന് പുറത്ത് വലിയ സ്കൂളുകളൊക്കെ നടത്തുന്നവരുണ്ടെങ്കിലും തീർത്തും ലാഭേച്ഛയില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇതുപോലെ സ്വയം വലിയ ഒരു സമർപ്പണം നടത്താൻ മുന്നോട്ട് വരുന്നവർ വളരെ ചുരുക്കമാണ്. ഏറെ പ്രായമൊന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ നല്ല നാളുകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് ഇത്ര വലിയ സേവനങ്ങൾ ചെയ്യാനാകുന്നു എന്നത് വലിയ കാര്യമാണ്. മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, അയ്യു സ്വദഖത്തി ഖൈർ, ദാനങ്ങളിൽ ഏറ്റവും ഖൈറായത് ഏതാണ്? ദാനങ്ങളിൽ ഏറ്റവും ഖൈറായത് പുണ്യമായത് ഏതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി, അന്ത സ്വദ്ദഖ അന്ത സ്വഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ, ദാരിദ്ര്യത്തെ ഭയക്കുന്ന നല്ല ആരോഗ്യമുള്ള നല്ല സമയത്ത് നീ കൊടുക്കുന്ന ദാനങ്ങളാണ്. പ്രായമായി മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണത്തിന് വേണ്ടി മരണത്തിൻ്റെ കാലൊച്ച കാതോർത്തു കൊണ്ടിരിക്കുന്ന നേരത്ത് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും പുണ്യമായത് ആരോഗ്യത്തിൽ വിശ്വാസമുണ്ടാകുന്ന നല്ല ആരോഗ്യമുള്ള യൗവനം നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് നീ കൊടുക്കലാണ് എന്ന് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. നല്ല കാലത്ത്, ജീവിതത്തിൻ്റെ നല്ല കാലത്ത് സമ്പാദിച്ചത് മുഴുവനും പൊതുവെ ആളുകൾ സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രം കരുതി വെക്കാറാണ്. ആ കരുതിവെപ്പ് പലപ്പോഴും വലിയ ദുരന്തങ്ങളിലാണ് പര്യവസാനിക്കാറുള്ളത്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തുമ്പോൾ, ജീവിതാന്ത്യത്തോടടുക്കുമ്പോൾ സ്വത്തിൽ ആർത്തി പൂണ്ട മക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിന്ന് അവസാനം ഒന്ന് സ്വസ്ഥമായിട്ട് മരിക്കാൻ പോലും കഴിയാതെ പോകുന്ന ഹതഭാഗ്യരായ കോടീശ്വരന്മാർ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോകുമ്പോഴും വളരുന്ന തലമുറയെ അതൊന്നും കണ്ണു തുറപ്പിക്കാറില്ല. എൻ്റെ മക്കളും എൻ്റെ കുടുംബവും കൈവടിയില്ല എന്ന ഉത്തമ വിശ്വാസം എല്ലാ മക്കൾക്ക് വേണ്ടി കരുതി വെച്ച് അവസാനം കടന്നു പോകുമ്പോൾ മക്കൾ തന്നെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യ സമൂഹത്തിൽ സംജാതമാകുമ്പോൾ പ്രായമായ വ്യവസായികളുടെയും ധനാഢ്യന്മാരുടെയും ഒക്കെ അവസാനത്തെ അഭയകേന്ദ്രമായി വൃദ്ധസദനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല ഈ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഇവിടെ വന്നു പോയവർക്കും സംസാരിച്ചവർക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ അറിയാം. ജീവിതത്തിന്റെ നല്ല കാലത്ത് മനോഹരമായ ഒരു പള്ളി, മംബനാലില്ലാഹി ബൈതൻ, ആരെങ്കിലും അള്ളാഹുവിന് ഒരു പള്ളി നിർമ്മിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കിയാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ് ആ ഹദീസിലുള്ളത്. ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഒരു ഭവനം ഭൂമിയിൽ നിർമ്മിക്കുമ്പോൾ മറ്റൊരു ഹദീസിൽ കാണാം, അത് വലിയ ഭവനമാവണമെന്നില്ല, വലിയ ജുമാഅത്ത് പള്ളിയാവണമെന്നില്ല, അലങ്കാരങ്ങളുള്ള വലിയ വിശാലമായ ആയിരക്കണക്കിന് ആളുകളെ കൊള്ളാവുന്ന പള്ളി ആവണമെന്നില്ല. മിസ്ലു ഖഫസിൻ, ഒരു ചെറിയ പ്രാവിന്റെ കൂടിന്റെ അത്ര വലുപ്പമുള്ള ഒരു പ്രാവിന് കയറി കിടക്കാൻ എത്രക്കുള്ള കൂടാണോ ആവശ്യമുള്ളത്, ഒരു പ്രാവിന് കയറി കിടക്കാൻ അത്ര നിസ്സാരമായ അത്രക്ക് ചെറിയ ഒരു പള്ളിയാണ് ഒരാൾ നിർമ്മിക്കുന്നതെങ്കിൽ നാളെ സ്വർഗത്തിൽ അയാൾക്ക് അള്ളാഹു വീട് നൽകുമെന്ന്, സ്വർഗീയ വീട് നൽകുമെന്ന്, സ്വർഗീയ ആരാമം നൽകുമെന്ന് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നാട്ടുകാരായ നമ്മൾക്ക് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ളത്, ഏറ്റവും ഒരു നിസ്കാരപ്പള്ളി ആവശ്യമുള്ള സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു പള്ളി നിർമ്മിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം പകരം നൽകുമാറാകട്ടെ. മഹാനായ പാണക്കാടിന്റെ മുത്ത്, ഈ ഉമ്മത്തിന്റെ മഹാനായ നേതാവ്, നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായ പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങളുടെ പുണ്യം ചെയ്ത കരങ്ങളാൽ ഈ പള്ളി സമുദായത്തിന്, സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടു എന്നതും ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ പള്ളിയുടെ പരിസരത്തായി വിജ്ഞാനത്തിന്റെ, വിദ്യയുടെ പെരുമ്പറ മുഴക്കുന്ന നല്ല കേന്ദ്രങ്ങൾ ഉണ്ടാവണം എന്നതും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെയും ഏറ്റവും വലിയ അഭിലാഷമാണ്.
ആ അഭിലാഷങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഖുർആൻ പഠിക്കുന്ന ഒരു കേന്ദ്രം ഇവിടെ സ്ഥാപിതമാകണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ റിസർച്ച് സെന്റർ എന്ന് ഇതിന് നാമകരണം നൽകപ്പെട്ടത്. ഖുർആനിനെ മുൻനിർത്തി പഠിക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഖുർആനിലെ പഠനം തുടരുകയും ഖുർആൻ ഗവേഷണ വിഷയമായിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ പഠനങ്ങളുടെ വധായനങ്ങൾ തുറക്കപ്പെടുന്ന നല്ല നാളുകൾ ഈ പള്ളിയുടെ പരിസരത്ത് ഉണ്ടാവണമെന്നത് അവരുടെയൊക്കെ വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹങ്ങൾ സാർത്ഥകമാകട്ടെ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ദീനിന്റെ ഇഹ്യാ നിർവഹിക്കപ്പെടുന്നത് ഇൽമിന്റെ പ്രസരണത്തിലൂടെയാണ്. അള്ളാഹുവിന്റെ കലാമ് മാനവകുലത്തിന് അള്ളാഹുവിന്റെ മാർഗദർശനമാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. ഈ വിശുദ്ധ ഖുർആൻ ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഉത്തമൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനും നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാകാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ പിന്നിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ സഹകാരികളായിട്ട് നിലകൊള്ളുമ്പോൾ നമ്മൾക്ക് സാധ്യമാവുകയാണ്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തരുമാറാകട്ടെ. ഒരു മനോഹരമായ ഹിഫ്ള് കോളേജ് ഇൻഷാ അല്ലാഹ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ വെച്ചിട്ട് സംവിധാനിക്കപ്പെടാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ മുഴുവനും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൽമിന്റെ പ്രഭ മുഴക്കുന്ന, ഇൽമിന്റെ നല്ല നാളുകളുടെ പ്രഭാതങ്ങൾ സാധ്യമാകുന്ന ഒരുപാട് മുതഅല്ലിമീങ്ങൾ വന്ന് അള്ളാന്റെ കലാം ഓതി പഠിക്കുന്ന മനോഹരമായ കാഴ്ച. ഒന്നുമില്ലാതിരുന്ന ഒരു പ്രദേശം, മീത്തൽ മാങ്ങാടിന്റെ ഈ ഉൾപ്രദേശങ്ങളൊക്കെ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ആൾപ്പാർപ്പില്ലാത്ത വിജനമായി കിടന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ ഒരുപാട് വീടുകൾ വന്നു, പരിസരത്തൊക്കെ ഒരുപാട് ആൾ താമസക്കാരുണ്ടായി. ആളുകൾ കൂടി വന്നപ്പോ ഒരു പള്ളി അനിവാര്യമായി വന്നു. ആ പള്ളിയുടെ പരിസരത്തായി ഇൻഷാ അല്ലാഹ് ഒരു ഹിഫ്ള് കോളേജും അതോടനുബന്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ സ്ഥാപിക്കപ്പെടണമെങ്കിൽ, എല്ലാം സാധ്യമാകണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു മനുഷ്യാധ്വാനം ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയങ്കരനായ കാബിൽ ഷെരീഫ് അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഈ സ്ഥലവും ബിൽഡിംഗ് ഒക്കെ ആവുമ്പോൾ 2.5 കോടിയിലധികം രൂപ ഇപ്പോൾ തന്നെ ഈ വലിയ സംരംഭത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ പ്രതിസന്ധിയുടെ കാലത്ത് ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഒരു ജമാഅത്ത് വിചാരിച്ചാൽ പോലും ഇത്ര വലിയ സംരംഭങ്ങളെ വിജയിപ്പിക്കൽ വലിയ പ്രയാസമാണ്. ഒരു സ്ഥാപനത്തിന് സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സ്ഥാപനത്തിന് പോലും ഇതുപോലുള്ള വലിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുക ഇന്നത്തെ സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് മറ്റൊരാളെയും കൂടെ കൂട്ടാതെ തന്നെ വളരെ ഭംഗിയായിട്ട് ഇത് മുഴുവനും സംവിധാനിക്കാനായത്. ഇനി നാട്ടുകാരായ നമ്മളും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ പലരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒന്നിച്ച് നിന്നുകൊണ്ട്, മറ്റൊന്നും കാംക്ഷിക്കാതെ, മറ്റൊരു താല്പര്യവുമില്ലാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കാനാവണം. ഈ മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടത്തിൽ ഒരുപാട് മുതഅല്ലിമീങ്ങൾ വന്നിട്ട് പഠിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾക്ക് കാണണം. ഒരുപാട് ഹാഫിളുകൾ, മറ്റു വിദ്യാഭ്യാസ സംരംഭങ്ങൾ, നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അത് നമ്മുടെ ആവശ്യത്തിന് മതിയാവുന്നില്ല. ആവശ്യത്തിന് തികയാതെ വരികയും ആ കുറവുകൾ സമൂഹത്തിൽ മുഴച്ചു നിൽക്കുകയും ചെയ്യുകയാണ് പല മേഖലയിലും. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് നല്ല ഒരു വിദ്യാഭ്യാസ കേന്ദ്രം നമ്മളെ മക്കൾക്ക് സുരക്ഷിതമായി അള്ളാനെ പഠിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരുടെ ഒരിടപെടലുമില്ലാതെ എന്നാൽ സ്വച്ഛന്തമായി ദീന് പഠിക്കാൻ പറ്റാവുന്ന ഒരു കേന്ദ്രം. നാളെയുടെ കുടുംബിനികൾ അവരാണ്. ഒരു കുടുംബിനി നന്നാവുമ്പോൾ ഒരു കുടുംബം നന്നാവുന്നു, ഒരു കുടുംബം നന്നാവുമ്പോൾ ഒരു നാട് നന്നാവുന്നു. ഒരാണ് നന്നാവുന്നത് പോലെയല്ല ഒരു പെണ്ണ്. ഒരാണ് നന്നാവുമ്പോൾ അവനാ നന്നാവുന്നുള്ളൂ. ഒരു പെണ്ണ് നന്നാവുമ്പോൾ ഒരു കുടുംബമാണ് നന്നാവുന്നത്. ആ കുടുംബം നന്നാവുമ്പോൾ ഒരു നാട് നന്നാവുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ട സമയമാണ്. ഏറ്റവും മനോഹരമായ, സുരക്ഷിതമായ, ഭദ്രമായ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ ഏറ്റവും വലിയ ആ നന്മയുടെ വാതിലുകൾ കടന്നു പോകാൻ നമ്മുടെ പെൺമക്കൾക്ക് സാധ്യമാകുന്ന കേന്ദ്രങ്ങളും ഇതുപോലെ ഈ സമൂഹത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാ. ഈ ട്രസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആവേശമുള്ള, ഊർജമുള്ള ഒരുപാട് ചെറുപ്പക്കാർ
അവരുടെ കയ്യിൽ സമ്പത്തല്ല ഉള്ളത്. അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ മനസ്സിലാക്കുന്നു, ആ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യവും നിയ്യത്തും തന്നെയാണ്. ആ നിയ്യത്തിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഇച്ഛയും അവരുടെ നിയ്യത്തും അതോടൊപ്പം ആരോഗ്യവും എല്ലാം ഒന്നിച്ച് സമം ചേർത്തുകൊണ്ട് ദീനിനു വേണ്ടി അവരെ സ്വയം വലിയ ഹിദ്മത്തിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഇതൊന്നും സാധ്യമാകാത്ത അല്ലെങ്കിൽ എത്തിപ്പിടിക്കാനാവാത്ത വലിയ ലക്ഷ്യങ്ങളായിട്ട് നമ്മളെ മുമ്പിൽ മാറുമെന്ന് കരുതേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കുക എന്നത് വലിയ കാര്യമാണ്. ആ ഒരു വലിയ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചു. ഇനി പള്ളിയുടെ പരിസരത്തുള്ള നമ്മളെ ഉത്തരവാദിത്തമാണ്. അവിടെ നിസ്കാരം നിലച്ചു പോകാൻ പാടില്ല. പള്ളിയുടെ ഇമാറത്ത് നിർവഹിക്കുന്നവർ അത് മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്തമാണ്, മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ പരിസരത്തുള്ള നമ്മളൊക്കെയും എല്ലാവരും ഇവിടത്തെ നിസ്കാരം നിലച്ചു പോകാത്ത വിധത്തിൽ ഈ പള്ളിയെ ഇമാറത്ത് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ഭംഗിയും ഇതിന്റെ സൗന്ദര്യവും ഒന്നും നഷ്ടപ്പെടാതെ ഈ പള്ളി അള്ളാഹുവിന്റെ ഇബാദത്ത് നിർവഹിക്കപ്പെടുന്ന, സുജൂദ് നിർവഹിക്കപ്പെടുന്ന ഭൂമിയിലെ മനോഹരമായ ഒരു പള്ളി ആയിട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതോടൊപ്പം ഇവിടുത്തെ സ്ഥാപനവും അതൊക്കെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇവിടുത്തെ പരിസരത്തുള്ള ആളുകളുടെ പൂർണ്ണമായ നിർലോഭമായ പിന്തുണ ഇതിനുണ്ടാവണം. ഏതായിരുന്നാലും മനോഹരമായ ഒരു ചടങ്ങിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം, മഗ്‌രിബിന് ശേഷവും ഇവിടെയും ഒരു മജ്‌ലിസുൻ നൂർ നടക്കാനുണ്ട്. കേരളത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ആത്മീയ സദസ്സ്. ഒരു മാസത്തിൽ 5000-ലേറെ മജ്‌ലിസുൻ നൂറുകളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നു പോകുന്നത്, ചെറുതും വലുതുമായി. മജ്‌ലിസുൻ നൂർ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുന്ന മനോഹരമായ ഒരു സദസ്സ്. ആ സദസ്സിന് ഇജാസത്ത് നൽകിയ മാസം 5000-ഓളം മജ്‌ലിസുൻ നൂർ നടക്കുന്നുവെങ്കിൽ അതിന്റെ മുഴുവനും വലിയ പ്രതിഫലം കിട്ടുന്ന പാണക്കാടിന്റെ അനുഗ്രഹീതനായ നേതാവ്, കൊടപ്പനക്കൽ തറവാടിന്റെ അസർമുല്ല എന്ന് പറയാവുന്ന കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്ത് നിന്ന് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ വരദാനം പോലെ പുതിയ മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയ തങ്ങളുടെ മഹാനായ പുത്രൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള് മഹാനവറുകളുടെ പുണ്യം ചെയ്ത കരങ്ങളാൽ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ആ അനുഗ്രഹീതമായ പാദർ സ്പർശം കൊണ്ട് ഈ മനോഹരമായ ക്യാമ്പസ് പുളകിതമാവുകയും ചെയ്തു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തോടുകൂടെ അവസാനിക്കുകയല്ല. ഉദ്ഘാടനത്തോടുകൂടെ വലിയ മുന്നേറ്റങ്ങളുടെ, വലിയ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ സേവനങ്ങളുടെ ഒരു തുടക്കമായിട്ട് ഇതൊക്കെ പരിണമിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നല്ല സദസ്സിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തി സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഗമത്തിന് ആശംസ ഭാഷണം നടത്താൻ വേണ്ടി ബഹുവന്ദനായ അഡ്വക്കേറ്റ് MK മുഹമ്മദ് കുഞ്ഞി മാങ്ങാട് സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. മഗ്‌രിബ് നമസ്കാര ശേഷം വേദിയിൽ വർത്തമാനകാല പ്രഭാഷണ വേദിയിൽ ഇതിഹാസം സൃഷ്ടിക്കുന്നു ബഹുവന്ദനായ ഉസ്താദ് ജംഷീദ് ഹുദവിയുടെ പ്രൗഢഗാംഭീര്യമായ പ്രഭാഷണവും ശേഷം ആത്മീയ സദസ്സ് മജ്‌ലിസുൻ നൂർ വേദിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സഹോദര വ്യക്തിത്വങ്ങളും സദസ്സ് ഭംഗിയാക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. സംഗമത്തിൽ അഡ്വക്കേറ്റ് MK മുഹമ്മദ് കുഞ്ഞിമാങ്ങാട് സാഹിബ് ആശംസ ഭാഷണം നടത്തുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, സനാബിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ കാപ്പിൽ KBM ഷെരീഫ് അവർ, ഈ മഹത്തായ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ MH മുഹമ്മദ് കുഞ്ഞി, വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സംസാരിച്ച മുഴുവൻ ആളുകളും സൂചിപ്പിച്ച ഒറ്റൊരു കാര്യമാണ്, പണം എല്ലാവർക്കും അല്ലാഹു കൊടുക്കും, അതൊരു പരീക്ഷണവുമാണ്. പണം കൊണ്ട്
സ്വർഗവും നേടാം നരകവും നേടാം എന്ന് പല പ്രാസംഗികന്മാരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഹൃദയ വിശാലത അള്ളാഹു ചിലപ്പം നൽകാറില്ല. അത്രയും ഹൃദയ വിശാലത അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ഒരു വ്യക്തിത്വമാണ് കാപ്പൽ KBM ഷെരീഫ് എന്ന് നമുക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്രദേശത്താണ് പുലിയെ വെടിവെച്ച് വന്നത്. ഒരു പ്രാവശ്യം ഈ പ്രദേശത്ത് പുലി വരികയും ഇവിടെ നിന്ന് ആ പുലിയെ വെടിവെച്ച് കൊല്ലുകയും ഉണ്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പുലിയെ കണ്ടിട്ടില്ല. അതിനെ തോളിലേറ്റിക്കൊണ്ട് മാങ്ങാട് ഭാഗത്തൊക്കെ ഇങ്ങനെ നടന്നിരുന്നു പോലെ വെടിവെച്ച ഒരു കുഞ്ഞമ്പ് നായരാണ് അതിനെ വെടിവെച്ചത്. അങ്ങനെയുള്ള അടുത്ത കാലം വരെ ഒരു കാട് മൂടിയ പ്രദേശമായിരുന്നു. ഇങ്ങനെയുള്ള ഈ പ്രദേശത്തിന് ഈ മഹത്തായ ഈ പള്ളിയും ഈ ലേണിംഗ് സെന്ററൊക്കെ കൊണ്ട് ധന്യമാക്കിയ കാപ്പൽ KBM ഷെരീഫിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അള്ളാഹു ഇഹലോകത്തും പരലോകത്തും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംഗമത്തിന് നന്ദി ഭാഷണം നടത്താൻ വേണ്ടി ബഹുവന്ദനായ സനാബിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി ഖാദർ ഖാത്തിമിനെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള നല്ലവരായ സാധാത്തുക്കളെ, സലാമിൽ അക്കാദമി, സലാമിൽ ഖുർആൻ റിസർച്ച് സെന്ററിന്റെ മഹത്തായ ഉദ്ഘാടന ക്രമമാണ് അല്പം മുമ്പായി കേരളത്തിൻ്റെ ആത്മീയ ആചാര്യൻ ബഹുമാനപ്പെട്ട ആചാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എല്ലാത്ഭുതമായ കർത്തവ്യം ഈ സെഷനിൽ നന്ദി പറയുക എന്നത് മാത്രമാണ്. ഈ അക്കാദമിയുടെയും അതുപോലെ തന്നെ ഖുർആൻ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഐതൽകൾക്കും ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കാപ്പിൽ KBM ഷെരീഫ്, അതുപോലെ ഇന്നത്തെ യോഗത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.